ഹലോ കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പഴങ്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഒരു അടിപൊളി പഴങ്കഞ്ഞി. എല്ലാവർക്കും പഴങ്കഞ്ഞി ഇഷ്ടമല്ലേ? ഈ ചൂടുകാലമൊക്കെ ആയപ്പോൾ നമുക്ക് ഒരു പഴങ്കഞ്ഞി കുടിച്ചാലോ? ഈ വീഡിയോ കാണുന്ന പോലെ ഞാൻ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 പ്ലേറ്റ് ചോറ് കാണും. 3 പ്ലേറ്റ് ചോറ്. പിന്നെ കാന്താരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളകായാലും യൂസ് ചെയ്യാം. ഒരു 5-10 കാന്താരി മുളകുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു 7 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട തൈര്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരെ, നമ്മൾ ഇഞ്ചി, മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനിയും നമ്മുടെ ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടുകാരെ, ഇത് നമുക്ക് ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതലൊക്കെ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇടുക, അല്ലെങ്കിൽ കാന്താരി ഇടുക. എരിവ് കുറച്ച് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇടുക. നമുക്ക് ചോറിലേക്ക് തൈര് ഇനി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 4 സ്പൂണ് തൈര് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. തൈരും ഉപ്പും മറ്റേ നമ്മൾ ഇടിച്ചു വെച്ച സാധനം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് പശുവിൻ്റെ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. പുറത്തൊരു 4 മണിക്കൂർ വെച്ച് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക, ഒന്നുകൂടെ തണുക്കാൻ വേണ്ടി. തണുപ്പ് ആവശ്യമില്ലാത്തവർക്ക് കുഴപ്പമില്ല. തണുപ്പ് വേണ്ടവർക്ക് ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി പഴങ്കഞ്ഞിയാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പഴങ്കഞ്ഞി തയ്യാറാക്കി കഴിഞ്ഞു. ഈ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങളും ഒന്ന് പഴങ്കഞ്ഞി തയ്യാറാക്കാൻ ശ്രമിച്ചു നോക്കൂ. വളരെ ഈസിയാണ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു മത്തി ഫ്രൈയോ അച്ചാറോ ഒക്കെ കൂട്ടി നല്ല സ്വാദിഷ്ടമായ പഴങ്കഞ്ഞി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.